റയൽ മാഡ്രിഡ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ രാജകുമാർ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ, കാരണം അവർക്ക് വേണ്ട താരങ്ങളെ അവരെപ്പോഴും വാങ്ങിയെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നോക്കുമ്പോൾ അവർക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ താരങ്ങൾ, അല്ലെങ്കിൽ കുറേ താരങ്ങളെ അവർ എത്തിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഒരു 5 പ്ലെയേഴ്സായി ഏകദേശം ഇപ്പോൾ ടീമിൽ ഈ ഒരു കൺഫേം ആയിട്ട് ട്രാൻസ്ഫേഴ്സ്. ആൻഡ് റോഡറിയും കൂടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലെയറും കൂടി വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു ആദ്യ ലെവലിലെ ഒരു 5-6 താരങ്ങൾ, അതായത് 50% ഒരു പകുതിയോളം താരങ്ങൾ അവർ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ റയൽ മാഡ്രിഡ് എന്താണ് ഇങ്ങനൊരു, ഞാൻ പിന്നൊരു സാധനം കണ്ടിരുന്നത്, അതായത് ഇവർ ആ എലക്ഷൻ നടന്നതിനെയാണ് റയൽ മാഡ്രിഡ് ആരാധകർ താങ്ക് ചെയ്യേണ്ടത്. കാരണം ആ എലക്ഷൻ കഴിഞ്ഞോടെയാണ് ഈ പെരസ് ഇങ്ങനൊരു ക്യാഷ് ഇൻഫ്ലോ നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റയൽ ഇങ്ങനൊരു ട്രാൻസ്ഫർ നടത്തുന്നത്? അതായത് നമ്മളിപ്പം സാധാരണ നമ്മൾ പൊതുവെ നമ്മൾ നാട്ടിലെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആളുകൾ പറയുന്നവരാണ് ഈ ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ നാട്ടിൽ കുറേ വികസനങ്ങൾ താനേ വരും എന്നുള്ളത്. അതായത് ഇങ്ങനെ ഷോക്കേസ് ചെയ്യും, അടുത്ത ഇലക്ഷന് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതൊക്കെ വേണം, ഇങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി നാട്ടിലെ ഇലക്ഷൻ നമ്മൾ കുറേ ഫണ്ട് വരുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. നേരെ മറിച്ച് ഈ ഫുട്ബോൾ ക്ലബ്ബുകളിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ ഈ റയലിലെ കേസ് തന്നെ എടുക്കാം. ഫ്ലോറന്റിനോ പെരസ് 3 തവണയാണ് ഇലക്ഷൻ നേരിട്ടത്. പ്രധാനമായിട്ടും ഒന്ന് അയാളെ ഫസ്റ്റത്തെ വരവ്, അതൊരു അട്ടിമറി വിജയം എന്നൊക്കെ പറഞ്ഞാൽ അന്നും ഒരു ട്രാൻസ്ഫർ ഹൈ ആയിരുന്നു. അതായത് ഫിഗോ കൊണ്ടുവരുന്നു, റൊണാൾഡോ നസാരിയോ, ബെക്കാം, അങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ വരവിൽ കൊണ്ടുവന്ന ഒരു ലോഡ് പ്ലേയേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അയാൾ രാജിവെച്ച് പോകുന്നു, ടീം ആകെ നാശമായി പോയതിൻ്റെ ശേഷം അയാൾ പോയി രണ്ടാമതും തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. ആ തിരിച്ചുവരവിൽ വന്ന ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സാണ് ഈ റൊണാൾഡോ, ബെൻസിമ, ഈ ഷാബി അലോൺസോ എന്നുള്ള ഒരു വലിയ ഒരു 6 പ്ലേയേഴ്സിന് ഒരുമിച്ച്, അർബലോ അടക്കമുള്ള മുൻ കോച്ച് അർബലോ അടക്കമുള്ള ഒരു 6 പ്ലേയേഴ്സിന് ഒരുമിച്ച് വലിയ റിവീൽ ചെയ്ത് പരിപാടിയുണ്ട്. അതിനുശേഷം പിന്നെ പെരസിന് എതിരാളി വരാത്തതുകൊണ്ട് തന്നെ ഇലക്ഷൻ നടന്നിട്ടില്ല. ഇപ്പോഴാണ് വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും പെരസ് ഈ ഒരു ക്യാഷ് ഇൻഫ്ലോ നടത്തുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ വരുമ്പോൾ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് ഇനി കുറച്ച് കാലത്തേക്ക് നമ്മൾ പറയുമ്പോൾ അവസാന ഘട്ടം നടത്തിയിട്ട് ഇപ്രാവശ്യം ജയിച്ചാൽ മതി എന്നല്ല പെരസിൻ്റെ ഉദ്ദേശം. ഇനി കുറച്ച് കാലത്തേക്ക് എനിക്ക് എതിരാളികൾ വരാൻ പാടില്ല. മുമ്പ് ഒരുത്തൻ വന്നു, അപ്പോൾ വന്നതിൻ്റെ കാരണം എന്താ, അയാൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഇയാളുടെ ഓപ്പോസിറ്റ് മത്സരിച്ച ആൾ പറഞ്ഞ ബർത്തോമിയോ എന്നുള്ള അങ്ങേര് പറഞ്ഞതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന്, പെരസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടുന്നില്ല, ബിഗ് പർച്ചേസ് നടക്കുന്നില്ല, റയലിൻ്റെ സിസ്റ്റം പൊളിഞ്ഞു, പഴയ രീതികളൊക്കെ മാറി, പെരസിന് മാർക്കറ്റിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇയാൾക്കെതിരെ പറഞ്ഞ കുറേ കാരണങ്ങളുണ്ട്. ഈ ടീമിനെതിരെയും പെരസിനെതിരെ ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. അതായത് റഡാർ FC, കീപ്പ് ഓൺ FC, അതായത് ടീമിൽ ഈ പ്ലെയറിന് നോട്ടം ഇട്ടിരിക്കുന്നു, ലക്ഷ്യം വെച്ചിരിക്കുന്നു, ഇങ്ങനെ കുറേ വാർത്തകൾ മാത്രമേ ഉള്ളൂ. റയൽ വാങ്ങുന്നു എന്നുള്ള വാർത്ത എവിടെയും വരാറില്ല. അപ്പോൾ അത്തരത്തിൽ കുറേ ഇപ്പോൾ ഈ എംബാപ്പയൊക്കെ വന്നെന്നുണ്ടെങ്കിലും റയൽ ഒരു 5 പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. ഒരു 80% പ്ലേയേഴ്സും വേറെ ടീമുകളിലേക്ക് ചേക്കേറാണ്. അപ്പോൾ അത് ഭയങ്കര ട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഏറ്റവും മറ്റേ ഇവനൊക്കെ ലെനിയോറോ അടക്കം യുണൈറ്റഡിലേക്ക് പോയതൊക്കെ റയലിൻ്റെ ഭയങ്കര റയൽ സെൻട്രൽ ബാക്കിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ നിന്ന പ്ലേയേഴ്സിൽ പെട്ടത്. അപ്പോൾ സാധാരണ റയലിൻ്റെ രീതി അങ്ങനെയല്ല. റയൽ ആരെ നോക്കിയാലും അവരെ വാങ്ങുമെന്നൊരു സിസ്റ്റം റയലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. അതിൻ്റെ കൂടെ അതിൻ്റെ മേലെ ഒരു കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ തന്നെ ട്രോഫി ഇല്ലാത്തൊരു വർഷവും കൂടെ, 1-2 വർഷമൊക്കെ ട്രോഫി ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റയലിനെ പോലത്തെ ഒരു ബിഗ് ക്ലബ്ബ് എത്രത്തോളം ക്രൈസിസ് കൂടെ പോകുന്നറിയാം. അപ്പോൾ ഇതൊക്കെ മറക്കണം, ഇതൊക്കെ മുങ്ങിപ്പോണം. ഈ വാർത്തകളൊന്നും ആരും ചർച്ച ചെയ്യരുത്. ഇപ്പോൾ ഇന്നും ഇന്നലെ എന്നല്ല, ഒരു മാസം വേൾഡ് കപ്പിൻ്റെ ഇടയിൽ പോലും റയൽ മാഡ്രിഡിൻ്റെ ഫാൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വർഷം ട്രോഫി ഇല്ല എന്നല്ല, നമ്മളിങ്ങനെ എന്തുകൊണ്ട് ട്രാൻസ്ഫർ നടത്തുന്നു എന്നുള്ള. ഒലീസെ വരുമോ, ഇനി റോഡ്രിയെ വാങ്ങുമോ, ക്രൂസിന് പകരം ഒരാളെ കിട്ടുമോ? അപ്പോൾ ഈ ചർച്ചകൾ ഫുൾ ട്രാൻസ്ഫറിലേക്ക് തിരിഞ്ഞു. പെരസ് എന്നുള്ള കോച്ച് മാനേജർ അയാൾ തിരിച്ചു വന്നു. പാപ്പ പെരസ് ഈസ് ബാക്ക്, ഭയങ്കര വലിയ ടൈം. അയാളൊരു വീണ്ടും ഒരു രാജാവിൻ്റെ പരിവേഷത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അയാളുടെ ഇമേജ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഫസ്റ്റ് പോയിന്റ്. അതയാൾ വിജയിച്ചു. 2 മുമ്പുണ്ടായിരുന്ന എല്ലാ വാർത്തകളെയും മുക്കിക്കളയണം, അതിലയാൾ വിജയിച്ചു. 3 ടീമിൻ്റെ റീബിൽഡിംഗ് ആണ്. അയാൾ അൾട്ടിമേറ്റ്ലി ബിസിനസ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും ടീമിൻ്റെ റീബിൽഡിംഗ്, അല്ലെങ്കിൽ ടീം എന്നുള്ള റയൽ മാഡ്രിഡ് എന്നുള്ള ബ്രാൻഡ് നിലനിർത്തണം. ആ ടീം റീബിൽഡിംഗ് ആണ് അയാളുടെ ഉദ്ദേശം. അതും അയാൾ നടത്തി. ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനൊക്കെ കളയുന്ന കൂട്ടത്തിൽ അതിന് പറ്റുന്ന ബാക്കപ്പല്ല അതിന് പറ്റുന്ന റീപ്ലേസ്മെൻറ്റുകളെ അയാൾ കൊണ്ടുവന്നു. അയാളുടെ സിസ്റ്റത്തിലേക്ക് പറഞ്ഞില്ലേ, പെരസായി മാറി എന്നുള്ളതാണ് ബേസിക്കലി നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെരസ് ഇനി അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ യാൻ ഡിയോമാണ്ടെ, നമ്മൾ ഒലീസിയാണ് പ്രതീക്ഷിച്ചത് ആ ഒരു വിങ്ങർ സൈനിങ് ആയിട്ട്. പക്ഷേ യാൻ ഡിയോമാണ്ടെ എവിടെ നിന്നില്ലാതെ പെട്ടെന്ന് ഒരു ബിഡ് വെക്കുന്നു, ഫസ്റ്റ് ബിഡ് റിജക്റ്റ് ആവുന്നു, അടുത്ത ബിഡ് വെക്കുന്നു, അത് ആക്സെപ്റ്റ് ആവുന്നു. ഇപ്പോൾ നമ്മുടെ ഫാബ്രീസിയോ ഒക്കെ ഹിയർ വ്യൂ അടിച്ചിട്ടുണ്ട്. പക്ഷേ യാൻ ഡിയോമാണ്ടെ ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു പ്രൂവൺ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റിയ പ്ലെയർ അല്ല. കാരണം ബുണ്ടസ് ലീഗയിലാണ് അദ്ദേഹം ഇത്രയും നാൾ കളിച്ചത്.
ബുണ്ടസ് ലീഗിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നുവെങ്കിലും എന്താ പറയുക, പറയത്തക്ക ഒരു പെർഫോമൻസ് പല ക്ലബ്ബുകളുടെയും ടാർഗറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ലിവർപൂളിൻ്റെ ടാർഗറ്റ് ആയിരുന്നു, അതുപോലെ PSG PSG അഗ്രി ചെയ്ത ഒരു സാധനമായിരുന്നു. പിന്നെ ആഴ്സണലിൻ്റെ ടാർഗറ്റ് ആയിരുന്നു. അങ്ങനെ യൂറോപ്പിലെ മിക്ക ക്ലബ്ബുകളുടെയും ടാർഗറ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്ലെയറിന് വേണ്ടി 100 മില്യണൊക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമല്ലേ, ഒരു വലിയൊരു കാര്യമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചത്. സോ എങ്ങനെ കാണുന്നു ഈ ഒരു യാൻ ഡിയോമണ്ടയുടെ സൈനിങ്ങിനെ? അതായത് യാൻ ഡയമണ്ട് നമ്മൾ പറയും ഇത്ര പ്രൂവൺ പ്ലെയർ ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ റയലിൻ്റെ കുറച്ച് ട്രാൻസ്ഫർ അല്ല, റയലിൻ്റെ ഒരു പെരസിന് അണ്ടറിലുള്ള ഒരു 80% ട്രാൻസ്ഫേഴ്സും പ്രൂവൺ പ്ലെയേഴ്സ് അല്ല, ഹൈപ്പഡ് ആയിട്ട് വരുന്ന യങ്സ്റ്റേഴ്സാണ്. ഇപ്പം വിനീഷ്യസും റോഡ്രിഗോയും റയലിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്, അവർ ബ്രസീലിയൻ ലീഗിൽ ഒരു ബ്രസീലിയൻ ഫ്ലെയർ കാണിച്ച 2 താരങ്ങളായിരുന്നു. അവിടെ കുറച്ച് സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു. യൂറോപ്പിൽ അവരൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യൂറോപ്പിന് വേർത്തിയാണെന്നുള്ളത് മറ്റു പല ക്ലബ്ബുകൾക്ക് പോലും തോന്നിയിട്ടില്ല. 1-2 ക്ലബ്ബുകൾ വളരെ ചുരുക്കം, അതായത് ബ്രസീലിന് അത്രയും ടാർഗറ്റ് ചെയ്ത് നോക്കുന്ന ക്ലബ്ബുകൾക്ക്, ബാർസ പോലത്തെ 1-2 ക്ലബ്ബുകൾക്ക് മാത്രമായിരുന്നു അവരൊരു പ്രോഡിജിയായി മാറിയിരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് തോന്നിയിരുന്നത് പോലും. അപ്പോൾ അത്തരത്തിലുള്ള അർദാ ഗുള്ളർ എവിടുന്ന് റയൽ കൊണ്ടുവന്ന സൈനിങ്ങാണ്. നമുക്ക് അത്ര നമ്മളൊരു ഹൈപ്പ് ക്രിയേറ്റ് ആവുന്ന റയലൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് ആ ഹൈപ്പ് വീണ്ടും എൻലാർജ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഷോമേനി അവിടുന്ന് വന്നു, കമാവിങ് വരുന്നു. ഇപ്പോൾ ഈ താരങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ സോക്കോൾഡ് ക്ലബ്ബുകൾ അവർ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഈ ഒരു പ്രൂവൺ പ്ലെയർ എന്നുള്ള സാധനം വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ബിഗ് പ്രൊഫൈൽ ക്ലബ്ബിൽ കളിക്കണം. യാൻ ഡയമണ്ട് എന്നുള്ള പ്ലെയർ നല്ല ക്വാളിറ്റി പ്ലെയറാണ്. അയാളുടെ വിങ്ങിലൂടെയുള്ള പേസ്, ആ പേസാണ് റയൽ മാഡ്രിഡ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കാണുന്നത് പ്രധാനമായിട്ടും. കാരണം അവർക്ക് ഓൾറെഡി 2 നല്ല പേസി പ്ലെയേഴ്സ് ഉണ്ട്. ഒന്ന് എംബാപ്പയാണ്, മറ്റൊന്ന് വിനീഷ്യസ് ആണ്. അപ്പോൾ ഇവർ റൈറ്റിൽ ഇതേ പേസ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം. അവരിപ്പോൾ അവിടെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്ന് ബ്രഹീം ഡിയാസ് ആണ്, മറ്റൊന്ന് അർദാ ഗുള്ളറാണ്. അതൊന്നുമില്ലെങ്കിൽ പരിക്ക് മാറി വരുന്ന റോഡ്രിഗോ ആണ്. ഇതൊന്നുമില്ലെങ്കിൽ ലാസ്റ്റിൽ ടീമിൽ ആഡ് ആയ ഫ്രാങ്കോ മൊസനാണ്. ഈ 4 പ്ലെയേഴ്സിനേക്കാളും എന്തുകൊണ്ടും പേസ് ഉള്ള പ്ലെയർ യാൻ ഡയമണ്ടാണ്. ആ പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് റയലിൻ്റെ ഏറ്റവും പരിപാടി. അതുകൊണ്ട് തന്നെ റയൽ ഈ ഒരു നമ്മൾ ട്രാൻസ്ഫറിലും റയലിൻ്റെ പേസ് ആയിരുന്നു. അതായത് അവിടെ ലിവർപൂൾ ഒരു ഓഫറൊക്കെ വെച്ച് ഏതാണ്ട് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുമ്പോൾ PSG വന്നത് ഹൈജാക്ക് പോലെ പേഴ്സണൽ ടേംസ്, ആ പ്ലെയറിനായിട്ടുള്ള ടേംസ് അഗ്രി ചെയ്ത് പോകുന്നു. എല്ലാം ഉറപ്പിച്ച് PSG എന്ന് ഉറപ്പിച്ച് ഒരു പക്ഷേ PSG ചിലപ്പോൾ ജേഴ്സി അടിക്കാൻ വരെ ഒരുങ്ങിയിട്ടുണ്ടാവും. ആ സമയത്താണ് ഓൾ ഓഫ് എ സഡൻ ട്രയൽ വരുന്നു, ഫസ്റ്റ് ഓഫർ ഇല്ല, ഇന്ന് സെക്കൻഡ് ഓഫർ, ഓക്കെ ശരി. അപ്പം അതായത് റയലിനും ആ സ്പീഡ് വേണം. റയലിങ്ങനെ നമ്മൾ പറയല്ലേ കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു, ആ രീതിയാണ് റയൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാരണം നമ്മളല്ല ഈ പ്ലെയറിൽ റയലിന് വിശ്വാസമുണ്ട്. അതൊരു ലോങ് ടേം പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. ഇപ്പോൾ റോഡ്രിഗോ ഗോയ്സ് ടീം വിടുമെന്നുള്ളത് കുറേ കാലമായിട്ടുള്ള വാർത്തയാണ്. അതൊരു പക്ഷേ ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ഒരു പരിക്ക് മാറി വരുമ്പം റയൽ ഉദ്ദേശിച്ച ഫണ്ടിലേക്ക് ആ പ്ലെയർ പോകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു എക്സിറ്റ് കൂടി പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫ്രാങ്കോ മൊസനാനോ ലോൺ ഡീൽ പറയുന്നുണ്ട് പുറത്തോട്ടേക്ക്. അപ്പോൾ ആ 2 താരങ്ങളെ ഒഴിവാക്കി ആ ഒരു വിങ്ങിൽ യാൻ ഡയമണ്ടിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് റയലിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ബ്രഹീം ഡിയാസിനെയും അർദാ ഗുള്ളറിനെയും റൈറ്റ് വിങ്ങറായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. അവർക്ക് ഒരിക്കലും ഒരു വിങ്ങറായിട്ട് ആ പ്ലെയറിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നന്നാവുക, അവർക്ക് ഗുണം ചെയ്യുക ഒരു ക്രിയേറ്റീവ് പ്ലെയർ. നമ്മൾ അർദാ ഗുള്ളറിൻ്റെ ക്വാളിറ്റി എന്താ നമ്മൾ കണ്ടതാണ്. ബ്രഹീം ഡിയാസ് വേൾഡ് കപ്പിൽ പോലും പ്രൂവ് ചെയ്തതാണ് അയാളുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് എന്താണെന്നുള്ളത്. അപ്പം ആ ക്രിയേറ്റീവ് പ്ലെയേഴ്സിന് പകരം നല്ലൊരു പേസി വിങ്ങറെ കൂടി ടീമിൽ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ഒരു ലോങ് ടേം പ്രൊജക്റ്റ്, ഒരു യങ് പ്ലെയറിനെ കൊണ്ടുവന്ന് ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ആക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ പറഞ്ഞ പോലെ റോഡ്രിഗോയും ഫ്രാങ്കോ മൊസനാനോ ഒക്കെ പോവുകയാണെങ്കിലും റയൽ ഫാൻസിന് അത്ര പ്രശ്നമില്ല. മറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ പോലെ വിനീഷ്യസ് പോലും പോയാൽ അതൊരു ചോദ്യമാണ്. ആൻഡ് ഡിയോമണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ ഈ വേൾഡ് കപ്പിൽ എന്താ പറയുക വലിയ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ആ സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിലും ആ നോർവേക്കെതിരുള്ള മാച്ചിലൊക്കെ ഐവറി കോസ്റ്റിനും നല്ല രീതിയിൽ അറ്റാക്കിംഗ് പ്രസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ഇത് വായിച്ചതെന്ന് വെച്ചാൽ മൗറീനിയോയ്ക്ക് ആ ഒരു വിങ്ങിൽ ഒരു പേസി പ്ലെയർ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് പേസ് മൂവ്മെൻറ്റ്സ് റയൽ ചെയ്തതും, അതായത് ആ ബിഡ് വയ്ക്കുന്നു എടുക്കുന്നുള്ളതൊക്കെ. ആൻഡ് ഡിയോമണ്ടെ നമുക്ക് ആ സ്റ്റോറി ഉണ്ട് ഡിയോമണ്ടയുടെ ഒരു CR7 റൊണാൾഡോ ഫാനും കൂടിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ആ കത്തൊക്കെ ഉണ്ട്, ഒരു അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന് എഴുതിയ കത്തും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാനൊരു ബെസ്റ്റ് പ്ലെയർ ആകും എന്ന് പറയുന്നുണ്ട്. അതിനൊരു തുടക്കമാകാം, ഈ ഒരു സ്റ്റാർട്ടാകാം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ലാലീഗയിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്, റയലിനെതിരെ ഡെബ്യൂ ചെയ്തു. ഇന്ന് റയലിൻ്റെ പ്ലെയർ ഫോർ 100 മില്യൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് കൗതുകമുള്ളതാകത്തെ ഗാരത്ത് ബെയിലിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്ര ഒരു ബിഗ് മണിക്ക് ഒരു വിങ്ങറിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുന്നത്
അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷേ ബെയിലിനെ വാങ്ങിയതും ഇതേ കാരണം കൊണ്ടായിരുന്നു. ആ പേസ് ആയിരുന്നു റയലിന് വേണ്ടിയിരുന്നത്. യെസ് യെസ്. ബെയിലിന് റയൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തതും ആ പേസും അയാളുടെ ഒരു ഫിസിക്കാലിറ്റിയാണ്. ഫിസിക്കാലിറ്റി ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡൗട്ട് പറയാൻ പറ്റും. പക്ഷേ അയാൾ ആ പേസ് ഒരിക്കലും എന്താ പറയുക, മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയ ട്രാൻസ്ഫേഴ്സിൽ ഏറ്റവും പേസി ഉള്ള ഒരു വിങ്ങർ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു ലെഫ്റ്റും കളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വിനീഷ്യസിൻ്റെ ട്രാൻസ്ഫർ ഒരു ആൾക്കാർ ഡൗട്ട് ചെയ്യുന്നത്. മറിച്ച് ഒരു റൈറ്റ് മാത്രം കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ എല്ലാവരും പറയും റോഡ്രിഗോയും ഫ്രാങ്കോ ഒക്കെ പോയിക്കോളും, ആ ഒരു വിങ്ങാണ്. പക്ഷേ ലെഫ്റ്റ് കൂടെ കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ വരുന്നത് കൊണ്ട് തന്നെ അത് ഒരു ഡൗട്ട്. വിനീഷ്യസിൻ്റെ വാർത്തകൾ വരാനുള്ള കാരണം അതാ. നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ കളിക്കാൻ പറ്റുന്നത്. ഇയാളുടെ ഗോൾ ഡെലിവറിയും നമ്മൾ ഈ കണക്കുകളൊക്കെ പരിശോധിക്കുമല്ലോ, ഈ ഒരു പ്ലെയറുടെ ട്രാൻസ്ഫർ വരുമ്പോൾ ഇങ്ങനെ കണക്കുകളൊക്കെ വരും. അപ്പം ലെഫ്റ്റ് കൊണ്ടും റൈറ്റ് കൊണ്ടും ഈക്വൽ കോൺട്രിബ്യൂഷൻസ് ആണ്, ഏതാണ്ട് ഈക്വൽ കോൺട്രിബ്യൂഷൻസ് വരുന്ന ഒരു പ്ലെയറാണ്. അത് എങ്ങനെ വന്നാലും ഒരു ടീമിന് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് അതൊരു വിങ്ങർ ആണെങ്കിൽ. കാരണം റൈറ്റ് സൈഡിൽ പോകുന്ന പ്ലെയറിന് ലെഫ്റ്റും ഒരേപോലെ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിങ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ട് ലെഗും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ 100 മില്യൺ വാല്യൂ. അയാളുടെ സ്പീഡിനാണ് ആ 100 മില്യൺ വാല്യൂ. അയാൾ പ്രൂവ് ചെയ്തേനല്ല. ഞാൻ ഈ 1-on-1 ഡ്രിബ്ലിങ്ങും നല്ല കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയറാണ്. പിന്നെ റയൽ മാഡ്രിഡ് ആയതുകൊണ്ട് ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ഈ ഒരു സർക്കംസ്റ്റൻസ് നോക്കുമ്പോൾ റയൽ മാഡ്രിഡിൽ ഗ്രോ ചെയ്യാനുള്ളൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ. അതായത് ഉടനടി ഹിറ്റ് ആവണം, ചിലപ്പോൾ പ്രൈസ് ടാഗ് കാരണം ഉടനടി ഹിറ്റ് ആവണം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുമെങ്കിലും ഉടനടി ഹിറ്റ് ആയില്ലെങ്കിലും ഒരു ഗ്രാജുവലി ഒരു ഹിറ്റ് ആവാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ്. കാരണം അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്, അതിനുള്ള ചാൻസസും അതിനുള്ള ഗെയിംസും കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഡിയോമനെ കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയർ വരാൻ സാധ്യത എന്ന് പറയുന്നത് കേൾക്കുന്നത് റോഡ്രിയാണ്. റോഡ്രി പക്ഷേ ഇന്നലെ ഒരു പുതിയ വാർത്ത ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സർജറി വേണ്ടി വരും, കുറച്ച് നാൾ പുറത്തിരിക്കുമെന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ റോഡ്രി എങ്ങനെ വന്നാലും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഒരു ടീമിന്. ആ മിഡ്ഫീൽഡിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ക്രൂസും ആവാം, ഒരു കാസമീറോ ആവാം. രണ്ട് തരത്തിലും കളിക്കാൻ പറ്റിയ പ്ലെയറാണ്. പ്ലസ് വേണമെങ്കിൽ ഒരു പെഡ്രി പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു പ്ലെയറുമാണ്. സോ റോഡ്രി പക്ഷേ നടക്കുമോ ഈ ട്രാൻസ്ഫർ? നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ റോഡ്രിയും റയലും തമ്മിലുള്ള കണക്ഷൻസ് മുമ്പേ പറയുന്നുണ്ട്. കാരണം റോഡ്രി ബേസിക്കലി പറഞ്ഞില്ലേ ഒരു മാഡ്രിഡിസ്റ്റാണ്. ആൾ മാഡ്രിഡിൽ ജനിച്ച് വളർന്ന് അവിടെ കളിച്ച് വളർന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലൊക്കെ കളിച്ച് വളർന്ന് പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ വാങ്ങാൻ റയലിന് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിന് ആകെ റയലിനൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത് പെപ് ഗാർഡിയോള എന്നുള്ളൊരു കോച്ചായിരുന്നു. കാരണം സിറ്റിയിൽ പെപ് ഗാർഡിയോള വിളിച്ചതുകൊണ്ട് മാത്രം സിറ്റിയിലേക്ക് പോയ ഒരാളാണ് റോഡ്രി. ആൻഡ് അവർ തമ്മിലൊരു സ്പാനിഷ് കണക്ഷൻ, അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും പെപ്പിന് വിശ്വാസമുള്ള ഒരാളാണ് റോഡ്രി. റോഡ്രി പരിക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു സെറ്റിൽമെൻറ്റ് പീരീഡ് ഇല്ല, റോഡ്രി ഫിറ്റാണോ എന്നാൽ കളിച്ചോ എന്നുള്ള രീതിയായിരുന്നു പെപ്പ് ആ പ്ലെയറിനെ ഇറക്കി വിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെപ്പിൽ റോഡ്രിക്കുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, റോഡ്രിയിൽ പെപ്പിന് വിശ്വാസം ഉണ്ടായി. ഈ ഒരു ബോണ്ടായിരുന്നു റയലിന് എപ്പോഴും ആ ടാർഗറ്റ് മിസ്സാവാനുള്ളൊരു കാരണം. റയലിന് എപ്പോഴും റോഡ്രിയെ പോലത്തെ താഴത്തെ അത്യാവശ്യം വന്നു, പ്രത്യേകിച്ച് കസമീറോ പോയ സമയം മുതൽക്ക്. കാരണം കസമീറോ ആവാനും പറ്റുന്നൊരു താരമാണ് ഈ റോഡ്രി എന്നുള്ളത്. ടാക്കിളുകൾ ക്ലീനാണ്, ഇൻ്റർസെപ്ഷൻസ് പെർഫെക്റ്റ് ആണ്. ഇനി സ്കോർ ചെയ്യാനാണെങ്കിൽ ബാങ്കേഴ്സ് സ്കോർ ചെയ്യും. നമ്മൾ ഈ കാസമീറോയിൽ നിന്ന് എന്തായിരുന്നു റയലിന് കിട്ടിയിരുന്നത് അതെല്ലാം കിട്ടുന്ന ഒരു മാഡ്രിഡിസ്റ്റ് കൂടിയായ ഒരു സ്പാനിഷ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ഹോം ഗ്രൗൺ പ്ലെയറിനെ കിട്ടുമായിരുന്നു. പക്ഷേ അവർക്ക് എപ്പോഴും ആ പെപ്പായിരുന്നു ഒരു വെല്ലുവിളി. പക്ഷേ പെപ്പ് പോയ സമയമായപ്പോഴേക്ക് അല്ലെങ്കിൽ പെപ്പ് പോകാനായ സമയമായപ്പോഴേക്ക് റയലിന് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്രിക്ക് വന്നുകൊണ്ടിരിക്കുന്ന പരിക്കുകളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റോഡ്രി ഇപ്പോൾ ഒരു പരിക്ക് ഒരു സർജറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് റിക്കവർ ആകാനൊരു സമയമുണ്ട്. അതായത് ഒരു സീസണിൻ്റെ ഒരു സ്റ്റേജ് ആവും. അപ്പോൾ ടീം ഒരു പ്രോപ്പർ ഫ്രം ദ ബിഗിനിങ് അവരൊരു ഒന്നാമതൊരു പുതിയ കോച്ചാണ് വരുന്നത്, കുറേ പുതിയ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സിസ്റ്റം ബിൽഡ് ചെയ്ത് വന്ന് ഒരു പ്രോപ്പർ വേയിലെത്തുമ്പോഴായിരിക്കും റോഡ്രി വരിക. ആൻഡ് റോഡ്രി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ബെഞ്ചിൽ ഡംപ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 11ലേക്ക് ഇൻജെക്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും സിസ്റ്റം പൊളിച്ചു പണിയേണ്ടി വരും. റോഡ്രി സെൻ്റേഡ് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റോഡ്രിയെ പോലെ പ്രൊഫൈൽ മാച്ച് ചെയ്യുന്ന മറ്റൊരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എളുപ്പമായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്ലെയർ ആ സ്ക്വാഡിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും റീബിൽഡിങ് നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിലേക്ക് റയൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഇനി കാണിക്കും, ഈ സർജറിയൊക്കെ അനൗൺസ് ചെയ്ത സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. കാരണം ഓൾറെഡി ഒരു ACL കഴിഞ്ഞിരിക്കുന്നതിന് റയൽ വിട്ടൊരു പേരായിരുന്നു റോഡ്രി. ഇനി വേണ്ട, റോഡ്രിക്ക് പകരം മറ്റൊരു പേര് തരാമെന്ന്. പക്ഷേ വേൾഡ് കപ്പ് അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചു. ഇനിയും വേണമെങ്കിൽ റോഡ്രിയിൽ ചിന്തിക്കാം. 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 30 തികയുന്നു, അല്ലെങ്കിൽ 31 ആവാൻ പോകുന്നു, എടുക്കാം. ഇപ്പോൾ ബെർണാഡോ സിൽവയും ഡംഫ്രീസിനെയും വാങ്ങിയെങ്കിൽ റോഡ്രി എന്തുകൊണ്ടും വാങ്ങാം. പ്രൈസ് ടാഗും ഹൈ അല്ല, അയാളുടെ ക്വാളിറ്റിയും അയാൾ പ്രൂവ് ചെയ്തു, ഏറ്റവും ലേറ്റസ്റ്റ് ടൂർണമെൻറ്റ് പോലുള്ള ബെസ്റ്റ് പ്ലെയറായി മാറി. പക്ഷേ ഇനി റയൽ വീണ്ടും ചിന്തിക്കും. ഈ പരിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത്തരത്തിലൊരു പ്ലെയർ, അതായത് ഫിസിക്കാലിറ്റി അത്രയും യൂസ് ചെയ്യേണ്ട പ്ലെയർ,
അത് സോളിഡായിട്ട് നിൽക്കുക മാത്രം പോരാ, ഏരിയൽ ബോളുകളും ഗ്രൗണ്ട് ബോളുകളും ടാക്കിളുകളും ഡ്യുവലുകളും എല്ലാം വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പൊസിഷനാണത്. അപ്പോൾ അവിടെ ഫിസിക്കാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരിക്കുകൾ ഭയങ്കര വലിയ കൺസേൺ ആണ്. അതുകൊണ്ട് റയൽ എടുക്കാനുള്ള സാധ്യത ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ സാധ്യത ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവിടെ ഒരു ഡൗട്ടിനുള്ളൊരു സാധ്യത വന്നു, അല്ലെങ്കിൽ റയലിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ഒരു അവസരം വന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഓഫർ വെച്ചാൽ എന്തായാലും അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഓഫർ വെക്കാനുള്ളൊരു കടമ്പയാണ്, ഒരു ഇതാണ് കിടക്കാനുള്ളത്. ആൻഡ് റോഡറി നമുക്കറിയാം ഇങ്ങനെ എന്ത് ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. മൗറീനോ എന്തായാലും യെസ് അടിച്ച പ്ലെയർ ആയിരിക്കും. സോ റോഡറി വന്നാലും ഇല്ലെങ്കിലും മാഡ്രിഡിൽ ഈ സീസണിൽ നമ്മൾ വരും പ്രതീക്ഷിച്ചൊരു പ്ലെയറാണ് ഒലീസെ എന്ന് പറയുന്നത്. പക്ഷേ ഒലീസെ കഴിഞ്ഞ ഒരു വാർത്ത കണ്ടിരുന്നു, അതായത് ബയേണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഈ ട്രാൻസ്ഫറിന് മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒരു ഗെയിമായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെരസിൻ്റെ ഭാഗത്തുനിന്നൊരു ഗെയിമാകാം, അല്ലെങ്കിൽ എന്തായാലും ആ ട്രാൻസ്ഫർ നടക്കാനുള്ളതാണ്. പക്ഷേ ഒരു റെക്കോർഡ് തുക എന്ന് പറയുമ്പോൾ അത് നെയ്മറുടെ റെക്കോർഡെല്ലാം തകർക്കുമെന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഡിയോമാൻഡെ വന്ന സ്ഥിതിക്ക് ഇനി ഒലീസയ്ക്കും കൂടി ആ ഒരു ബിഗ് മണി കൊടുക്കാൻ റയൽ സാധ്യതയുണ്ടോ? പിന്നെ ഒലീസ വരികയാണെങ്കിൽ തന്നെ എന്തായാലും ഡിയോമാൻഡയ്ക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഓൾറെഡി 100 മില്യൺ സ്പെൻഡാണ് ഡിയോമാൻഡയിൽ. ഇനിയൊരു 200 or 220 ഓൺ ഒലീസ എന്ന് പറയുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ? ഇനി ഒരു മാസം കൂടി ബാക്കിയുണ്ട്, ബട്ട് എന്തെങ്കിലും സാധ്യത എനിക്ക് തോന്നുന്നുണ്ടോ? അതായത് ഒലീസ എന്നുള്ള പ്ലെയറിന് 220 കൊടുക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ട്രാൻസ്ഫർ ആക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ബേസിക്കലി എൻ്റെ ഒരു ടേക്ക്. കാരണം അയാൾ അതിന് വേർത്തിയാണ്. കാരണം നമ്മൾ കണ്ട 100 മില്യണുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇപ്പം ഡയമോണ്ടെ 100 മില്യൺ ആണ്, എലിയട്ട് ആൻഡേഴ്സൺ 100 മില്യൺ ആണ്, ഡെക്ലൻ റൈസും ജൂഡ് ബെല്ലിംഗ്ഹാമും 100 മില്യൺ ആണ്, എന്തിന് മോർഗൻ റോജേഴ്സ് 100 മില്യൺ ആണ്. ഇതൊക്കെ പോട്ടെ, മുഡ്രിക്ക് എന്നുള്ള പ്ലെയർ പോലും 100 മില്യണിനാണ് പർച്ചേസ് ആയിട്ട് പോയ മാർക്കറ്റ്. ആ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ്. ആ മാർക്കറ്റിൽ ഇനി 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ചെറിയ എമൗണ്ട്. പ്രത്യേകിച്ച് ഒലീസയെ പോലെ ക്വാളിറ്റി തെളിയിച്ച് കഴിഞ്ഞ പ്ലെയറാണ് അയാൾ. നമ്മൾ പറഞ്ഞ ഒരു വണ്ടർ ബോയ് ആയിട്ട് അല്ലെങ്കിൽ അപ്കമിങ് ടാലൻ്റ് ഒന്നുമല്ല, ഹീസ് എ ടാലൻറ്റഡ് പ്ലെയർ. അയാൾ തെളിയിച്ച് കഴിഞ്ഞ പ്ലെയറാണ്. അപ്പോൾ അയാൾക്ക് 200 മില്യണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നെയ്മറിൻ്റെ റെക്കോർഡ് ബീറ്റ് ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് ഫെയർ ഇനഫ്, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. പിന്നെ റയൽ ഇത് ചെയ്യുമോ എന്നുള്ളത്, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡേവിഡ് അലാബ സ്ക്വാഡ് വിട്ടുപോയിട്ടുണ്ട്. റയലിൻ്റെ സ്ക്വാഡിലെ രണ്ടാമത്തെ വലിയ ശമ്പളക്കാരനായിരുന്നു ഡേവിഡ് അലാബ. അയാൾ പോയതിന് പകരം വന്നത് കൊനാട്ടയാണ്, അതും ഫ്രീ ട്രാൻസ്ഫറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റയലിന് കാര്യമായ ബഡ്ജറ്റ് ഇഷ്യൂസ് ഇല്ല. നമ്മൾ പറയാം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റയൽ ഈ FFP റൂൾസ് ലാലിഗയിൽ കുറച്ച് ടൈറ്റാണ്, പക്ഷേ റയൽ ഇപ്പോഴും FFP ബ്രീച്ച് ആവാത്ത കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത് ടാലി ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം റയലിനൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഒലീസയെ വാങ്ങാൻ കഴിയും. പക്ഷേ റയൽ അതിന് മുതിരോ എന്നുള്ളതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ മുതിരാൻ സാധ്യത പറയപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം, ഒന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം, അർദാ ഗുള്ളർ, അതുപോലെ ബ്രഹീം ഡിയാസ്, 3 ക്രിയേറ്റീവ് പ്ലേ മേക്കേഴ്സായിട്ട് ഒരു നമ്പർ 10 റോൾ എടുക്കാൻ പറ്റുന്ന 3 നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ 2 ആളുകൾ വേൾഡ് കപ്പിൽ ഭയങ്കര ക്വാളിറ്റി തെളിയിച്ചോലാണ്. മൂന്നാമത്തെ അർദാ ഗുള്ളർ ആണെങ്കിൽ തെളിയിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ പറയില്ലേ സ്കോർ ടാലിയിലൊന്നും വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗോൾ അസിസ്റ്റ് ടാലിയിലൊന്നും കാര്യമായിട്ട് വരാൻ പറ്റില്ല. ഒരു ഗോൾ നേടിയെന്നല്ല അപ്പുറത്തേക്ക് ആ ഒരു ടീമിൻ്റെ മോശം പെർഫോമൻസ് കാരണം അയാൾ ഇൻഡിവിജ്വലി അയാളെ ക്വാളിറ്റി തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. അപ്പോൾ ഈ 3 താരങ്ങളെ പോലെ ഇപ്പം ഒലീസയെ നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ബയേണിൽ കണ്ടത് റൈറ്റ് വിങ്ങർ ആയിട്ടാണെങ്കിലും വേൾഡ് കപ്പിൽ കണ്ടത് ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ പോലെ, ഒരു നമ്പർ 10 പോലെ, ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പോലെ, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോലെ ഒരു പൊസിഷനിലാണ്. അപ്പോൾ അത്തരം ഒരു പൊസിഷനിലേക്കാണ് ഒലീസ കളിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ റയലിൻ്റെ നിലവിലൊരു സാധ്യത അയാൾക്ക് കുറവാണ്. പക്ഷേ നമ്മൾ പറയും പോലെ ഈ വിനീഷ്യസിൻ്റെ എക്സിറ്റൊക്കെ വരികയാണ് അല്ലെങ്കിൽ അത്ര ഒരു ബിഗ് ന്യൂസ് വരികയാണെങ്കിൽ യാൻ ഡയമണ്ട് ലെഫ്റ്റിലും ഒലീസ റൈറ്റിലും കളിക്കുകയാണെങ്കിൽ സെയിം പേസി അറ്റാക്ക്, റയൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി എല്ലാം വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി വാർത്തകളൊക്കെ പോകുമ്പോലെ വിനീഷ്യസ് ആണ് തീരുമാനിക്കേണ്ടത് റയലിൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ള രീതി. ആ ഒരു രീതിയിലേക്ക് ഏതാണ്ട് ഫിഗേഴ്സ് എത്തി. ഞാൻ പറഞ്ഞത് ഒലീസെ 200 അല്ല, അതിന് മുകളിൽ റയൽ നമ്മൾ പറഞ്ഞ റെക്കോർഡ് ഹിറ്റിനുള്ള വേർത്തി പ്ലെയറാണ്. റയലിന് അതിന് പോകാനുള്ള എല്ലാ ആംബിയർ നമ്മൾ പറയില്ല എല്ലാ ക്വാളിറ്റി, അല്ലെങ്കിൽ റയൽ ഒരുക്കമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ റയൽ ചിന്തിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മൗറിനോ ചിന്തിക്കാനുള്ള ചാൻസ്, ഒരു പൊസിഷനിൽ ഇത്രയും ഓവർലോഡ് പ്ലേയേഴ്സ് വേണോ? ബാക്കി കോച്ചുമാരെ പോലെയല്ല, മൗറിനോ നമുക്കറിയാം എക്സ്പീരിയൻസിൻ്റെ ഒരു കൊട്ടയാണ്. പഴയാൾക്ക് അറിയാം എന്തൊക്കെ വേണം, ഏതൊക്കെ പൊസിഷനിൽ ബാക്കപ്പ് വേണം എന്നുള്ളത്. അപ്പോൾ ഇനിയും റയലിന് പരിഹരിക്കപ്പെടാത്ത കുറേ പൊസിഷനുകളുണ്ട്. അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിരിക്കും ഒരുപക്ഷെ മൗറിനോ തീരുമാനിക്കുക. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നത് റോഡ്രിക്ക് പറയുന്ന അതേപോലെ തന്നെ ഒരു ഈക്വൽ 50-50 ചാൻസ് ആണ് ഒലീസയുടെ കേസിൽ ഇപ്പോഴും ഉള്ളത്. ആൻഡ് ഈ പരിഹരിക്കപ്പെടാത്ത പൊസിഷൻ എന്ന് പറഞ്ഞല്ലോ, പറയുമ്പോൾ ഡിഫൻസിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതാണ്. സെൻറ്റർ ബാക്ക് പൊസിഷൻ, അതായത് ഇപ്പോൾ ഉള്ള സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ സെൻറ്റർ ബാക്സ് എന്ന് പറയുന്നത് ഹുയ്സനും എഡർ മിലിറ്റാവുമാണ്. എഡർ മിലിറ്റാവാണെങ്കിൽ ഇഞ്ചുറി പ്രോണാണ്. ആൻഡ് റുഡിഗർ നമുക്കറിയാം ഈ ഒരു അടുത്തുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ അത്ര നല്ല ഒന്നല്ല. അപ്പോൾ അത് എന്തായാലും പരിഹരിക്കേണ്ട ഒരു പൊസിഷൻ അല്ലേ എന്തായാലും? അത് റയൽ
കാര്യമായിട്ട് പല ട്രാൻസ്ഫറിൻ്റെ നമ്മളെപ്പോഴും ക്രൂസിൻ്റെ പ്രൊഫൈൽ ഒരാളെ തെരയുന്നു, ക്രൂസിനെ തെരയുന്നു. 2 വർഷമായി അത് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. റയൽ അങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്ലെയർ സെർജിയോ റാമോസ് ആയിരുന്നു. ഇതുവരെ അവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. അവർക്ക് ക്യാപ്റ്റൻസി ടേക്ക് ഓവർ ചെയ്യാൻ ഇപ്പോൾ കോർട്ടോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാർവാഹാൽ ഉണ്ടായിരുന്നു, കമാൻഡിങ് പവർ കൊടുക്കാൻ നാച്ചോ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെർജിയോ റാമോസിനെ പോലെ നമ്മൾ പറയുന്നൊരു സെൻറ്റർ ബാക്ക്, അതായത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷനിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, അത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ റയലിൽ കിട്ടിയിട്ടില്ല. റയൽ അതിന് എത്ര ഓപ്ഷൻസ് നോക്കി നമ്മൾ നോക്കണം. അത് എഡർ മിലിറ്റാവോയെ കൊണ്ടുവന്നു. എഡർ മിലിറ്റാവോ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. റാമോസ് പരിക്ക് പറ്റിക്കുന്ന ആളായിരുന്നു, ഇത് പരിക്ക് പറ്റുന്ന ആളാണ്. അത് നമ്മൾ പറയില്ല, ഒരു ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ എതിരാളികൾക്കായിരുന്നു റാമോസുകാരൻ പരിക്കണമായിരുന്നു. പക്ഷേ മിലിറ്റാവ് ഒരു ടാക്കിൾ ചെയ്യുമ്പം നമുക്കൊരു പേടിയാണ്, കാലം എന്തെങ്കിലും പറ്റുമോ. കാരണം അയാൾ തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തിരിച്ചു പോവുക. അതായത് ഫീൽഡിൽ 3 മാസമാണെങ്കിൽ പുറത്ത് 6 മാസം എന്നുള്ളൊരു രീതിയിലാണ് മിലിറ്റാവ് പോകുന്നത്. മറ്റൊന്ന് ഉണ്ടായിരുന്നത് റുഡിഗറാണ്. റുഡിഗർ നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗൊക്കെ വിൻ ചെയ്ത സീസണിലൊക്കെ റുഡിഗർ നമ്മൾ നന്നായി പ്രൈസ് ചെയ്തു. റുഡിഗറിൻ്റെ ആ ഒരു കോമിക്കൽ രീതിയിലുള്ള ഇതൊക്കെ അതൊരു ഫൺ രീതിയിൽ കളീനെ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു പ്ലെയർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മിസ്റ്റേക്കുകൾ വരുത്താൻ തുടങ്ങി. കണ്ടിന്യൂസ് മിസ്റ്റേക്കുകളാണ്, ബ്ലണ്ടേഴ്സാണ്, മിസ്റ്റേക്സ് അല്ല ബ്ലണ്ടേഴ്സാണ് പലതും വന്നിരുന്നത്. അപ്പോൾ അതോടുകൂടി ആ പ്ലെയറിൻ്റെ ഒരു ഇത് പറഞ്ഞു. നാഷണൽ ടീമിലാണെങ്കിൽ അയാളെ സ്ഥാനം തെറിച്ചു. ജൊനാഥൻ തായും സ്ലോട്ടർ ബാക്കും വന്നതോടുകൂടി റുഡിഗർ ഒരു സെക്കൻഡറി ഓപ്ഷനായി. മുമ്പൊക്കെ ജർമ്മനി എന്ന് പറഞ്ഞാൽ റുഡിഗർ ആയിരുന്നു സെൻട്രൽ ബാക്കിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. അത് മാറി. അപ്പോൾ ആ പ്ലെയറിൻ്റെ ഒരു ക്വാളിറ്റിയിലെ ഡിപ്പ് നമുക്ക് മനസ്സിലാവും. ഹ്യൂസൻ കഴിഞ്ഞ വർഷം ടീമിൻ്റെ മൊത്തം ബാലൻസ് ഇല്ലായ്മ കാരണം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഹ്യൂസൻ നല്ലൊരു ക്വാളിറ്റി പ്ലെയറാണ്, അയാൾ പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ്. അയാൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ഒന്ന് ഹ്യൂസനാണ്. ഇപ്പോൾ അവർക്ക് ഇനി കൊനാട്ടയാണ് കൊണ്ടുവന്നുള്ളത്. കൊനാട്ടെ എത്രത്തോളം ഹ്യൂസനൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്നതല്ല. കൊനാട്ടെ ഒരു ബാക്കപ്പ് പോലെ. അപ്പോൾ അലാബ് എങ്ങനെയാണോ ടീമിലിരുന്നത് ആ ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും കൊനാട്ടെ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഒരു നല്ല സെൻറ്റർ ബാക്കിനെ ഇപ്പോൾ സെനേസിയൊക്കെ നോക്കിയിരുന്നത് റയലെ അതിനായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോൾ ഒരു സെൻട്രൽ ബാക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടീമിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ റൗൾ അസെൻസിയോ ടീം വിടുമെന്നുള്ള വാർത്തകൾ സജീവമായിരിക്കും. സ്ലോട്ടർ ബാക്കൊക്കെ എന്നോട് സാധ്യത ലിസ്റ്റിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വേഗം ഔട്ട് ഗോയിങ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഔട്ട് ഗോയിങ് സാധ്യതയുള്ള 3 പ്ലെയേഴ്സ് ഉണ്ട്, വിനി, റോഡ്രിഗോ ആൻഡ് മസ്റ്റാൻഡുവാനോ. പിന്നെ ഗോൺസാലോ ഗാർഷിയയുടെ ഒരു വാർത്തകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അതിൽ ഫ്രം ദ ലോസ് തുടങ്ങാം. ഗോൺസാലോ ഗാർഷിയ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്, പോകാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. കാരണം ഗോൺസാലോ ഗാർഷിയക്ക് അർബലോവുമായിട്ടുള്ള ബന്ധം വളരെ ഓക്കെ ആയിരുന്നു. ഗോൺസാലോ ഗാർഷിയനെ പലപ്പോഴും നന്നായി യൂസ് ചെയ്യാൻ പരീക്ഷ. ഇപ്പം നമ്മൾ എൻട്രിക്കിനൊന്നും ഇവിടെ അവസരം കിട്ടാതെ എൻട്രിക്കൊക്കെ പോയതോടെ ഗോൺസാലോ ഗാർഷിയ വാസ് എ മെയിൻ മാൻ, അല്ലെങ്കിൽ ഗോൺസാലോ ഗാർഷിയക്ക് നന്നായി കളിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അർബലോവ ആസ് എ സ്പാനിഷ് കണക്ഷൻ ഗോൺസാലോ ഗാർഷിയയെ ഹൈജാക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്, ഫുള്ളാമിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് പോകാൻ മാത്രം താൻ വളർന്നോ എന്നുള്ളത് ഗോൺസാലോ ഗാർഷിയ ചിന്തിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മൗറിനിയോയ്ക്കും ഗാർഷിയ ഇഷ്ടമാണ്, അർബലോക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ മൗറിനിയോയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് മൗറിനിയോ തീരുമാനിക്കണം എന്നാണ് ഇനി, അതായത് ഫൽഹം എന്തായാലും ബിഡ് ചെയ്യും, ബട്ട് മൗറിനിയോ തീരുമാനിക്കണം എന്നാണ്. ഗാർഷ്യ കൂടി സ്വയം ചിന്തിക്കും പ്രീമിയർ ലീഗിലേക്ക് പോകാൻ മാത്രം താൻ വളർന്നോ എന്നുള്ളത് ഉറപ്പ് വരുത്തല്ല. കാരണം പ്രീമിയർ ലീഗിൻ്റെ രീതിയും ലാലിഗ രീതിയും അത്രയും വ്യത്യാസമാണ്. പിന്നെ മറ്റൊന്നുള്ളത് ഫ്രാങ്കോ മസ്താൻഡോനാണ്. മസ്താൻഡോ വൻ ഹൈപ്പഡായിരുന്നു, ഒരു വൻ ഹൈപ്പഡായിരുന്നു. റയലിലേക്ക് ഒരു അർജന്റീനിയൻ പ്ലെയർ ഒരുപാട് കാലത്തിന് ശേഷം വരുന്നു. ഡിമരിയയുടെ കഥയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്. കാരണം ഡിമരിയയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ ഇപ്പോൾ നിക്കോപാസ് വന്നു പോയെങ്കിലും ഒരു ട്രാൻസ്ഫർ ആയിട്ടൊക്കെ വരുന്നത് ഈ മസ്താൻഡോനെ. പക്ഷെ മസ്താൻഡോനൊക്കെ നമ്മൾ പറയില്ലേ പരിക്കുകൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പ്യുബാൽഗിയ പോലത്തെ പരിക്കുകളൊക്കെ വന്നു, ആൾ കുറേ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പിന്നെ ഈ അർദാ ഗുള്ളറിനൊക്കെ റൈറ്റ് വിങ്ങിൽ പരീക്ഷിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു സെക്കൻഡറി അല്ല ടേഴ്ഷറി ഓപ്ഷനൊക്കെ ആയിട്ട് അയാൾ മാറിപ്പോയി. അവസരം കിട്ടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇനി ഒരു ലോൺ ഓപ്ഷനിലേക്കൊക്കെ ലോൺ ഓപ്ഷൻ ആയിരിക്കും നോക്കുക. കാരണം ഒരു പെർമനന്റ് ഡീൽ റയൽ വിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം അയാൾ റയൽ പർച്ചേസ് ചെയ്ത എമൗണ്ടിനേക്കാളും മുകളിൽ കിട്ടണം ഇനി റയൽ പെർമനന്റ്ലി വിൽക്കണമെങ്കിൽ. അതിന് അയാൾ എവിടെയെങ്കിലും പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു ലോൺ ഡീൽ പറഞ്ഞേക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ തെളിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ തന്നെ പെർമനന്റ് ആക്കി കൊടുക്കും. അപ്പോൾ റയലിന് എന്താണോ ഒരു മാർക്കറ്റിൽ നമ്മൾ പറയല്ലേ വാങ്ങിയതിനേക്കാൾ ഒരു 5 രൂപയെങ്കിലും ഏറെ കിട്ടിയിട്ട് വിൽക്കുക എന്നുള്ള രീതി, അതിന് വേണ്ടിയിട്ട് റയൽ എന്തായാലും ലോണിൽ വിടാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ സെയിൽസിനുള്ള വല്ല ഇതും വെച്ചിട്ട് ഈ വർഷം ചെയ്ത പോലെ തന്നെ അവരുടെ പേരിൽ എഴുതുമ്പോൾ ഒരു കരാറിലുണ്ടാവും ഇവരിഞ്ഞ് വേറെ ഏതെങ്കിലും ടീമിൽ വിറ്റാൽ പോലും തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അതാണ് റയലിന്റെ രീതി ബേസിക്കലി. അപ്പോൾ ആ പരിപാടി തന്നെയാണ് റയൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഒരു ബ്രസീലിയൻ ഡ്യുവോ വിനീഷ്യസും റോഡ്രിഗോയും. അതിൽ ഞാൻ കാണുന്ന എക്സിറ്റുകളിലൊന്ന് റോഡ്രിഗോ ആയിരിക്കും. കാരണം റോഡ്രിഗോ റയലിന് വേണ്ടി ചെയ്തതൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ സമീപകാലത്ത് റോഡ്രിഗോ റയലിന് ആവശ്യമാണോ എന്നുള്ള ചോദ്യമാണ്. കാരണം റോഡ്രിഗോക്ക് തന്നെ സമയം കൊടുക്കാൻ പറ്റുന്നില്ല. റോഡ്രിഗോക്ക് സമയം പൊസിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ. അതായത് റോഡ്രിഗോ നമ്മൾ മുമ്പ് എപ്പോഴും റൈറ്റിൽ ഇട്ട് കണ്ടിരുന്നു. അയാൾ ലെഫ്റ്റ് വിങ്ങർ ആയിരുന്നു, ലെഫ്റ്റിൽ കളിച്ചിരുന്നു, പിന്നെ റൈറ്റിൽ കളിച്ചു. അയാൾ റൈറ്റ് എൻജോയ് ചെയ്തതിൻ്റെ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എംബാപ്പയും വിനീഷ്യസും ലെഫ്റ്റിന് വേണ്ടി അടി ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി എന്നാൽ ഞാനും കൂടാം, ഈ അടിയിലേക്ക് ഞാൻ കൂടെ, ഇൻകു ലെഫ്റ്റ് ചോദിക്കാമല്ലോ, അധികാരമുണ്ടല്ലോ, ഈക്വൽ റൈറ്റ് ആണല്ലോ. അപ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് ചോദിക്കാൻ തുടങ്ങി, അല്ലെ ലെഫ്റ്റിലേക്ക് കളിക്കാൻ തുടങ്ങി.
അപ്പോൾ അത് റയലിന് ഭയങ്കര ഒരു ഡീമെറിറ്റ് ആയിരുന്നു ആ ഒരു സീസൺ. പ്രത്യേകിച്ച് അറ്റാക്കിംഗ് സൈഡ് എപ്പോഴും ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആണ്, ടീമുകൾക്ക് എളുപ്പമായി. അവർക്ക് അവിടെ റൈറ്റ് വിങ് ബാക്കിന് ടൈറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റൈറ്റിലേക്കൊന്ന് ഈ സൈഡിലൂടെ അറ്റാക്കൊന്നും വരാത്ത രീതി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ്രിഗോയുടെ എക്സിറ്റ് നമ്മൾ മുമ്പേ കുറേ പറഞ്ഞതാണ്. അന്ന് ആർസനലിൻ്റെ പേര് പോലും പലപ്പോഴും കണക്ട് ആയിട്ട് വന്നിരുന്നു. പക്ഷേ ഇനി ആർസനലിൽ ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റ് വിംഗറിനെ ആയിരിക്കും. കാരണം ട്രൊസാർഡാണ് അവർക്ക് പോയത്. പിന്നുള്ളൊരു ഓപ്ഷൻ മാർട്ടിനെല്ലിയാണ്. പ്രധാന ഓപ്ഷൻസ് ജൂനിയർ പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രധാന ഓപ്ഷൻസ് ഉള്ളത് മാർട്ടിനെല്ലിയാണ്. അതുകൊണ്ട് തന്നെ അവർ ലെഫ്റ്റ് വിംഗറിലേക്ക് നോക്കാനുള്ള ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ റോഡ്രിഗോയുടെ എക്സിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവർ ടാർഗറ്റ് ചെയ്യാൻ, ഈ രണ്ട് പേരിൽ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് വിനീഷ്യസിനെയാണ്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഇയറിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവുന്ന കുറെ ഹൈപ്പ്ഡ് വാർത്തകളുണ്ട്. വിനീഷ്യസിന്റെ കാര്യത്തിൽ ഞാൻ മറ്റൊരു സംഭവം, വിനീഷ്യസിന് ആകെ ഒരു 12 months കോൺട്രാക്റ്റിലുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ ഈ ഏജന്റുകൾ തന്നെ ആ ഒരു പുതിയ കോൺട്രാക്റ്റിന്റെ വർക്ക്സ് വേഗമാക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഓഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പല ക്ലബിലേക്കും പ്ലെയറിനെ ഓഫർ ചെയ്യും. ലിവർപൂളിന് ഓഫർ ചെയ്തിരുന്നു വിനീഷ്യസിനെ എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഡേവിഡ് ഓൺസ്റ്റൈൻ ആഴ്സണലിൻ്റെ കേസ് പറയുന്നത്. ആഴ്സണൽ പക്ഷേ ക്ലബ് ടു ക്ലബ് ഇതൊന്നുമില്ല, ക്ലബിൻ്റെ ഉള്ളിൽ മാനേജ്മെൻറ്റിൽ സംസാരം ഉണ്ടെന്നുള്ളൂ. പക്ഷേ അത് അത്ര സീരിയസ് ആണോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാൻ. പ്രധാന കാരണം ഒറ്റ നോടും, അതായത് വിനീഷ്യസിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കേസിൽ വിനീഷ്യസ് എപ്പോഴും കുറേ ഇമേജ് റൈറ്റ്സ് കാര്യങ്ങൾ, അതായത് അയാൾക്കൊരു ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്താലേ ഞാൻ കരാർ ഒപ്പിട്ടുള്ളൂ. നമ്മൾ വേൾഡ് കപ്പിനൊക്കെ മാസങ്ങൾക്ക് മുമ്പേ വിനീഷ്യസിൻ്റെ കോൺട്രാക്റ്റിനെ പറ്റി നമ്മൾ എപ്പോഴും ചർച്ചകൾ വരുന്നതായിരുന്നു. അപ്പോൾ വിനീഷ്യസിന് ഒരു വലിയ ഡിമാൻഡ് ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ കരാർ ഒപ്പിടൂ എന്നുള്ളതാണ്. പക്ഷേ റയൽ അതിന് മുതിരുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെരസ് ആയതുകൊണ്ട് തന്നെ പെരസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് മാച്ച് ചെയ്താൽ മാത്രമേ പെരസ് ഒപ്പിടാൻ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയില്ല, ഈ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള പ്ലെയർ ആണെന്നൊന്നും പെരസ് നോക്കില്ല. പെരസിന് ഓക്കെ അല്ലെങ്കിൽ പുറത്തേക്ക് എന്നുള്ള രീതിയാണ്. ഒരാൾ പോയാൽ രണ്ടാളെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും റയലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അള്ളി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ പിടിച്ചത് ഇപ്പോൾ റൊണാൾഡോയോട് പോലും ടീമിൽ നിന്ന് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണ് റയൽ വിട്ടത്. രണ്ടാമത്തെ കോൺട്രാക്റ്റിലുള്ള പ്ലെയറിനാണ് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊണാൾഡോയെ വിട്ട റയലിന് വിനീഷ്യസിന് വേണ്ടി ഒരു മടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തും നടക്കാം. ഇനി വരാറ് ദിവസങ്ങൾ എന്തായാലും റയൽ മാഡ്രിഡിൽ എന്തായാലും സജീവമായിരിക്കുന്നതാണെങ്കിൽ ഓഗസ്റ്റിലും ഇനിയും ഇൻകമിങ്സ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ്സ് ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് പിന്നെ ഒരിക്കലും എന്തായാലും ഇരിക്കാം.